ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ജാനകിയുടെ സമ്മതത്തോടു കൂടി ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹം നിശ്ചയിക്കുകയാണ്. ആ സമയത്ത് മലരിനാണെങ്കിൽ ഒട്ടും അതിന് താല്പര്യമില്ല. മലര് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു, വിഷമത്തോടും കൂടിയും. ആ സമയത്ത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും ആ ഒരു സന്തോഷത്തിൽ മുഴുകി നിൽക്കുകയാണ്. മാത്രമല്ല, മുത്തശ്ശനാണെങ്കിൽ രണ്ടുപേരെയും വല്ലാതെ കളിയാക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയുടെ ആ ഒരു നാണം നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്ക് ഒന്നുകൂടി നാണം കൂടുകയാണ്. എന്താ മുത്തശ്ശ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അതൊന്നും കണ്ടു നിൽക്കാനാവാത്തത് കാരണം മലരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷെ അവരെല്ലാവരും സന്തോഷത്തോടെയാണ് ഉള്ളത്. അതേസമയം ചെറിയ വീട്ടിലാണെങ്കിൽ മുത്തശ്ശി സൂചി നൂല് കോർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവർക്ക് നൂല് കോർക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദേഷ്യം വരികയാണ്. അയ്യോ, ഇതാരാ ഈ സൂചിയൊക്കെ ഉണ്ടാക്കിയത്? ഈ സൂചിയിൽ അവർക്ക് കുറച്ച് വലിയൊരു ഓട്ടം ഉണ്ടാക്കിക്കൂടെ? കഷ്ടകാലം തന്നെ, നൂല് കോർക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കേട്ടുകൊണ്ടാണ് മേഘ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തിനാ മുത്തശ്ശി സൂചിയിൽ നൂല് കോർക്കുന്നത്? എന്തെങ്കിലും തയ്ക്കാനുണ്ടോ? അതേ മേഘ, ബ്ലൗസൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് തയ്ച്ചിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് സൂചി നൂല് കോർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ മേഘ കേവലമാക്കിക്കൊണ്ട് പറയുകയാണ്, ബ്ലൗസ് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കും മുത്തശ്ശി. എന്തിനാ അത് പിന്നെയും തയ്ച്ചിട്ടൊക്കെ ഇടുന്നത്? പുതിയ ബ്ലൗസ് വാങ്ങിയിട്ട് തയ്ക്കാൻ കൊടുക്കാൻ കാശില്ലാത്തത് കാരണമാണ് കീറിയ ബ്ലൗസെങ്കിലും വീണ്ടും തയ്ച്ചിട്ടിടാന്ന് കരുതിയത്. നീയാണെങ്കിൽ ഉള്ളത് കൂടി കളയാനാണോ പറയുന്നത്? ഇതുകൂടി കളഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുകയാണോ വേണ്ടത്? മുത്തശ്ശിക്ക് മേഘയോട് നല്ലൊരു അരിശം കൂടെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ കാരണമാണല്ലോ ഒക്കെ നഷ്ടപ്പെട്ടത്. രാവിലെ ഒരു സാരി, ഉച്ചയ്ക്കൊരു സാരി, രാത്രി ഒരു സാരി എന്ന് പറഞ്ഞ് 3 നേരം വെച്ചിട്ടായിരുന്നു ഞാൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടേയിരുന്നത്. ഇപ്പോൾ നോക്ക്, ഒന്നുമില്ലാതെ ഈ ചെറിയ വീട്ടിൽ വന്ന് കിടക്കുകയാണ്. ഒക്കെ നീ കാരണമാണ്. മുത്തശ്ശി കരയുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. മേഘ മറുത്തൊന്നും പറയുന്നില്ല. കാരണം അവൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അവൾ കാരണമാണ് ഇപ്പോൾ ഈ ഒരു ഗതികേടിലായതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരുമായിരുന്നോ? അത് കേട്ടുകൊണ്ടാണ് മനോഹരനും അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി, ഒരു കാര്യം സംഭവിച്ചു, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? എന്ത് കാര്യാടാ? മുത്തശ്ശി ചോദിച്ചപ്പോൾ മേഘയും ക്യൂരിയോസിറ്റിയോട് കൂടി മനോഹരനെ നോക്കുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തിന് ജാനകി സമ്മതിച്ചു. അത് കേട്ടപ്പോൾ മുത്തശ്ശിയേക്കാളും മേഘയാണ് ഷോക്കായത്. അവൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതുപോലെ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, എന്താടാ മനോഹര നീ പറഞ്ഞത്? അതേ ചേച്ചി, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് നാള് വരെ കുറിക്കാൻ പോവാണ് ചേച്ചി. സത്യം തന്നെയാണോ മനോഹര നീ പറയുന്നത്? അപ്പോൾ മേഘ വീണ്ടും ചോദിക്കുകയാണ്, മാമ നിങ്ങൾ വെറുതെ തമാശക്ക് പറയല്ലേ? ഈ ഒരു കാര്യത്തിൽ ഞാനെന്തിനാ മേഘ വെറുതെ തമാശ പറയുന്നത്? സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. മനോഹരൻ പറഞ്ഞപ്പോൾ മേഘ ഒന്നുകൂടെ ഞെട്ടുവാണ്. അവർക്ക് രണ്ടുപേർക്കും അടുത്ത ആഴ്ച നിശ്ചയം ചെയ്യാനാണ് തീരുമാനമായതെന്നാണ് കേട്ടത്. അപ്പോൾ മേഘ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ മുത്തശ്ശിയുടെ മനസ്സിലൊരു മുഖത്തൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മേഘയുടെ മുഖത്ത് ആ ഒരു ഷോക്കിങ് കണ്ടതുകൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മേഘ ഷോക്കാവുന്നത്? ചന്ദ്രിക ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. ചേച്ചി ഒരു നിമിഷം. അപ്പോൾ ചേച്ചി പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രിക ഒരുപാട് നല്ല കാര്യങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്നും മേഘ അതേസമയം പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മേഘയ്ക്ക് നല്ല ജീവിതം കിട്ടാത്തത് എന്നുമല്ലേ? അതല്ലേ ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം? മനോഹരൻ പറഞ്ഞത് കേട്ടതും മുത്തശ്ശി ഇങ്ങനെ വാ പൊത്തി നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, എടാ ദുഷ്ടാ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പോരെ, എന്തിനാടാ എന്നെ ചേർത്ത് പറയുന്നത്? അതുമാത്രമല്ല, മേഘയ്ക്ക് അത് തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഞാൻ വളരെ മോശമായിട്ടുള്ളൊരു പെണ്ണും ചന്ദ്രിക ഇപ്പം നിങ്ങൾക്ക് വളരെ നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആളുമായി അല്ലേ? അതെങ്ങനെയാ? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ കൂടെ ജീവിച്ച് ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് ചന്ദ്രിക ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ, ജനിക്കുമ്പോൾ തന്നെ ആരും നല്ലവരായിട്ടും മോശമായിട്ടും ജനിക്കുന്നില്ല. ഓരോരുത്തരും വളർന്നു വലുതായി ജീവിക്കുന്ന രീതി കണ്ടിട്ടാണ് മറ്റുള്ളവർ പറയുന്നത് അവർ നല്ലതാണ് ഇവർ മോശമാണ് എന്നൊക്കെ. ചന്ദ്രിക ആരെയും ദ്രോഹിക്കാതെ നല്ല സത്യസന്ധയായി നന്മയോടെയാണ് ജീവിച്ചത്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ അത് ഗൗനിക്കാതെ തന്നെയാണ് മുത്തശ്ശി പറയുന്നത്, ദൈവം അവൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ കൊടുത്തെങ്കിലും ഇന്ന് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തു. മനോഹരൻ അത് ശരിവെക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്,
ദൈവം നിനക്കും എല്ലാ സൗകര്യങ്ങളും സുഖവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്റെ രീതിയും നിന്റെ ചെയ്തികളും ശരിയല്ലാത്തത് കാരണമാണ് ഒക്കെയും നഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എല്ലാത്തിനും എന്നെ മാത്രം കുറ്റം പറയല്ലേ. ഞാനിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നതിന് കാരണം ദാ ഈ നിൽക്കുന്നില്ലേ, ഇവരാണ് കാരണം എന്ന് പറഞ്ഞിട്ട് മനോഹരനെ നേരെ ചൂണ്ടുവാണ്. മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. മനോഹരനും ഇതെന്താ ഞാൻ ചെയ്തത് എന്നൊരു മട്ടിൽ നോക്കുവാണ്. ഒരു ഭാഗത്ത് എൻ്റെ സഹോദരൻ സുരേന്ദർ എന്നെ നന്നായിട്ട് പറ്റിച്ചു. ഇനി വേറൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ മാമനെ വിശ്വസിച്ചിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നവരെ എന്നെ പറ്റിക്കുന്നത് കാരണം ഞാൻ എങ്ങനെ മോശക്കാരിയാകും? മേഘയ്ക്ക് വല്ലാത്ത അരിശവും ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും രണ്ടുപേരും തന്നെ മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും കല്യാണ നിശ്ചയമല്ലേ നടക്കാൻ പോകുന്നത്, അല്ലാതെ കല്യാണമല്ലല്ലോ നടക്കാൻ പോകുന്നത്. ഗെയിം ഇനിയും അവസാനിച്ചിട്ടില്ല മുത്തശ്ശി. അവസാന നിമിഷത്തിലെങ്കിലും കളി നമുക്ക് അനുകൂലമായി മാറാനുള്ള എല്ലാ അവസരവും ഉണ്ട്. മേഘയുടെ മനസ്സറിഞ്ഞപ്പോൾ അവർ വല്ലാതെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം ഞാൻ നടക്കാൻ അനുവദിക്കില്ല. മേഘ വല്ലാത്തൊരു വാശിയോടെയാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും നോക്കിക്കോ, ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഈ കല്യാണം ഞാൻ എങ്ങനെയാണ് മുടക്കുന്നത് എന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോ. മേഘയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി. എന്നിട്ടും മുത്തശ്ശി അവൾക്കൊരു ഉപദേശം കൊടുക്കുവാണ്. മേഘ, പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. ഒരു കാര്യം പറയട്ടെ, ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും പിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ മനീഷിൻ്റെ കൂടെ എങ്ങനെയാ വീണ്ടും ഒന്നിച്ച് ജീവിക്കുക എന്ന് ആലോചിക്കുക. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേ. അപ്പോൾ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ മുത്തശ്ശിയെ നോക്കുമ്പോൾ മനോഹരനും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കാൻ നോക്കുമോളെ. അങ്ങനെയെങ്കിലും നിനക്ക് എന്തെങ്കിലും നന്മ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, സിദ്ധാർത്ഥിൻ്റെ കല്യാണം മുടക്കുന്നത് തന്നെ നമുക്ക് നന്മയുള്ള കാര്യമാണ്. ചന്ദ്രികയ്ക്ക് നടക്കുന്ന ഓരോരോ മോശം കാര്യങ്ങളും നമുക്ക് നല്ലതാണ്. അപ്പോൾ മനോഹര മുത്തശ്ശിയോടായിട്ട് പറയുകയാണ്, ഇത് മാറുന്നു തോന്നുന്നില്ല ചേച്ചി. മുത്തശ്ശിക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. മാത്രമല്ല തൻ്റെ കൊച്ചുമകൾ മാറുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴും മേഘ പറയുന്നുണ്ട്, ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം മുടക്കി മഹേന്ദ്രനെയും ലക്ഷ്മിയെയും ചന്ദ്രികയും ചേർത്ത് കുടുംബത്തോടെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ പേര് മേഘ എന്നല്ല. ഇവക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ദീർഘശ്വാസം എടുക്കുകയാണ് അവർ രണ്ടുപേരും. മേഘ അഹങ്കാരത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പം മനോഹരൻ പിന്നീന്ന് വിളിക്കുന്നുണ്ട്, മോളെ മോളെ മതിയടാ, മിണ്ടാതെ നിൽക്ക്. മുത്തശ്ശി മനോഹരനോട് പറയാണ്. അല്ലാതെ പിന്നെ ചേച്ചി എന്താ ചെയ്യുക? എത്ര പറഞ്ഞു കൊടുത്തിട്ടും മേഘയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? എടാ, മനസ്സിൽ വലിയ രജനീകാന്താണെന്ന വിചാരം. മനോഹരൻ മെല്ലെ ഒന്ന് ഇടങ്ങണിട്ട പോലെ തിരിഞ്ഞു നോക്കുകയാണ്. ആരെക്കുറിച്ചാണ് ചേച്ചി പറയുന്നത് എന്നൊരു കൺഫ്യൂഷനിൽ. ഇനി മേഘയെക്കുറിച്ചാണോ അതോ തന്നെക്കുറിച്ചാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും പറയുന്നുണ്ട്, മുഖവും കളികളൊക്കെ നോക്ക്, മാങ്ങയുടെ അണ്ടി പോലെ ഉണ്ട്. എന്നാലും കളി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ വലിയ ആളാണെന്ന്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ചേച്ചിയുടെ കൊച്ചുമോള് തന്നെയല്ലേ? ആ ചേച്ചിയുടെ കൊച്ചുമോളെയാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ പിന്നെ ഞാൻ വരെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇവള് നന്നാവുന്നും തിരുത്താൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നേയില്ല. നിങ്ങളുടെ മോള് മല്ലിക ഒരു മനുഷ്യക്കുഞ്ഞിനെ അല്ല പ്രസവിച്ചത്, ഒരു പിശാചിനെയാണ്. ഒരു പിശാചിനല്ലേ മറ്റൊരു പിശാചിനെ പ്രസവിക്കാൻ സാധിക്കുള്ളൂ. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടെ മനോഹരനെ നോക്കുവാണ്. അപ്പം മനോഹരൻ ഇങ്ങനെ ഇളിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല ചേച്ചി, ഒരു പിശാചിനല്ലേ മറ്റൊരു പിശാചിനെ പ്രസവിക്കാൻ സാധിക്കുള്ളൂ. പിശാശിൻ്റെ അമ്മയാര്? മറ്റൊരു പിശാശ്. അപ്പോൾ പിശാശിൻ്റെ മുത്തശ്ശിയോ? അതുപോലെ തന്നെ വേറൊരു പിശാശ് എന്ന് പറയാണ് മുത്തശ്ശിയെ കാണിച്ചുകൊണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി മനോഹരനിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അയ്യോ ചേച്ചി 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 ഒന്നും പറഞ്ഞിട്ട് ഓടിപ്പോവാണ് മനോഹരൻ. നീ തിരിച്ച് വീട്ടിലേക്ക് വരുമല്ലോ, വരുന്ന സമയത്ത് ഈ സൂചിയും നൂലും കൊണ്ട് നിന്റെ വായി ഞാൻ തുന്നിക്കെട്ടും. എന്താ ചേച്ചി പിശാശിനെ പോലെ അലറിക്കൊണ്ടിരിക്കുന്നത്? വായി പൂട്ടടാ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ ബെഡിലിരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥ് കാറും കൊണ്ട് പുറത്തു പോയതായിരുന്നു. കുറച്ച് ദൂരം ഓടിയതിന് ശേഷം കാറിന് എന്തോ ഒരു ട്രബിൾ ഉള്ളതുപോലെ അവന് ഫീൽ ചെയ്യാണ്. വണ്ടി പിന്നീട് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആവാൻ കുറച്ചൊരു പണിയാവാണ്. അപ്പോൾ കുറച്ച് നേരം സിദ്ധാർത്ഥ് ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുന്നേ ഇല്ല. അവസാനം അവൻ ഇറങ്ങിയിട്ട് മുന്നിലത്തെ ബോണറ്റ് തുറന്ന് നോക്കുവാണ്. അത് തുറന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കും, വീണ്ടും കയറും, സ്റ്റാർട്ട് ചെയ്ത് നോക്കും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാവുന്നില്ല. ഇത് എന്തായിരിക്കും പറ്റിയത്? ഇത്ര നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ സിദ്ധു ചിന്തിക്കുന്നുണ്ട്.
പക്ഷേ കുറേ ശ്രമിച്ചിട്ടും സിദ്ധാർത്ഥിന് കാറ് നന്നാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. മഹേഷ് നോക്കുമ്പോൾ സിദ്ധാർത്ഥ് റോഡ് സൈഡിൽ നിന്നിട്ട് കാറ് നന്നാക്കുകയാണ്. എന്താ സാർ ഇവിടെ നിൽക്കുന്നത്? കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഹേഷ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ മഹേഷ്, പെട്ടെന്ന് വണ്ടി നിന്നുപോയി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സാർ ഒരു നിമിഷം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് നോക്കുകയാണ്. കുറച്ച് സമയം അവൻ എന്തൊക്കെയോ ചെയ്തതിന് ശേഷം സിദ്ധാർത്ഥിനോട് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാറ് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നു. സിദ്ധുവിന് നല്ല സന്തോഷമായി. അവൻ വന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, സ്റ്റാർട്ടായി മഹേഷ്, എന്തോ ഒരു ചെറിയ പ്രോബ്ലം ആയിരുന്നു സർ, ഇപ്പോൾ അത് ശരിയായി, കുഴപ്പമില്ല. സിദ്ധാർത്ഥ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്ന ബോണറ്റൊക്കെ താഴ്ത്തിയതിന് ശേഷം മഹേഷ് പറയുന്നുണ്ട്, ശരി സർ, ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. അല്ല, നീ ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് എത്തിയത്? സിദ്ധു ചോദിച്ചപ്പോൾ മഹേഷ് കുറച്ച് വിഷമത്തോടെയാണ് പറയുന്നത്, ഞാൻ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി ഒരാളെ കാണാൻ വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ചയച്ചു. അതുകൊണ്ട് വേറെ ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് നോക്കി പോവാണ് സർ. അപ്പോൾ സിദ്ധാർത്ഥ് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മഹേഷ്, നീ ഇപ്പോൾ എന്ത് ജോലിക്കാണ് പോകാൻ നോക്കുന്നത്? എനിക്ക് വേറെ എന്ത് ജോലി അറിയാനാ സർ, എനിക്കാകെ ഡ്രൈവിംഗ് അല്ലേ അറിയുള്ളൂ. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, മഹേഷ്, നീ ഓട്ടോ ഓടിക്കുമല്ലോ അല്ലേ? ആ, ഓടിക്കും സർ. അങ്ങനെയാണെങ്കിൽ എനിക്കറിയുന്നൊരു ബാങ്ക് മാനേജറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് നിനക്ക് ഞാൻ ലോൺ വാങ്ങി സംഘടിപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നീ ഓട്ടോ വാങ്ങി ഓടിക്കുന്നോ? അത് കേട്ടപ്പോൾ മഹേഷ് വല്ലാത്ത സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സിദ്ധാർത്ഥിനെ നോക്കുവാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, നീ മറ്റൊരാളുടെ കീഴിൽ പോയിട്ട് ജോലി ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നീ സ്വന്തമായിട്ട് ഓട്ടോ ഓടിച്ചോളൂ, എന്നിട്ട് EMI സ്വന്തമായിട്ട് അടക്കണം കേട്ടോ എന്ന് തമാശയാക്കി പറയുകയാണ്. അപ്പോൾ മഹേഷും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തീർച്ചയായും സർ, ഇങ്ങനെ ഒരു സഹായം നിങ്ങൾ ചെയ്താൽ മാത്രം മതി സർ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. സാറ് ഈ ലോൺ ശരിയാക്കി തരികയാണെങ്കിൽ ഞാൻ EMI ഒക്കെ അടച്ച് എങ്ങനെയായാലും അത് വീട്ടിൽ തീർത്തോളാം എന്ന് മഹേഷ് സന്തോഷത്തോടെ പറയുകയാണ്. അപ്പോൾ സിദ്ധുവും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ബാങ്ക് മാനേജറെ വിളിച്ച് സംസാരിക്കാം. പക്ഷേ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം നീ അങ്ങോട്ടേക്ക് പോയാൽ മതി. ശരി സർ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് കൈകൂപ്പുവാണ്. എന്താ മഹേഷ് ഇത്, നമ്മുടെ ഉള്ളിൽ എന്തിനാ ഈ താങ്ക്സിൻ്റെ ഒക്കെ ആവശ്യം? നീ എൻ്റെ അമ്മയുടെ ജീവനാണ് രക്ഷിച്ചത്. ആ ഒരു കടം തീർക്കാൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പോലും അധികമാവില്ല. ഒരുപാട് സന്തോഷം സർ, നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. മഹേഷ് ഭയങ്കര നന്ദിയോടുകൂടിയാണ് സിദ്ധുവിനോട് സംസാരിക്കുന്നത്. ശരി മഹേഷ്, ഞാൻ പോവുകയാണ്. ശരി സർ. അല്ല, നിന്നെ ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? സിദ്ധു പെട്ടെന്ന് ചോദിക്കണം. വേണ്ട സർ, ഞാൻ നടന്നു പോയിക്കോളാം. ഒരുപാട് നന്ദിയുണ്ട് സർ. ശരി, ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവിടുന്ന് പോവുകയാണ്. മഹേഷിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയായപ്പോൾ മലരി ടെറസിലിരുന്നിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഭക്ഷണമായിട്ട് ചന്ദ്രിക വന്നിട്ടുണ്ടായിരുന്നു. മലർക്കുട്ടി, എന്ത് ചെയ്യുക? പഠിക്കുവാണോ? അല്ലമ്മ, ഞാൻ കളറ് ചെയ്യുക. എങ്കിൽ അമ്മ ഭക്ഷണം തരട്ടെ? ശരി. ചന്ദ്രിക തൊട്ടടുത്ത് വന്നിരുന്നപ്പോൾ മലരി താൻ ഡ്രോയിങ് ചെയ്ത ആ ഒരു ബുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഡ്രോയിങ് നോക്കമ്മ. അപ്പോൾ ചന്ദ്രിക നോക്കിയിട്ട് മലറിനെ പ്രശംസിക്കുന്നുണ്ട്. ആഹാ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു ചിത്രത്തിൽ ചന്ദ്രികയും മലറിനെയാണ് അവൾ വരച്ചിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കൈകോർത്ത് നിൽക്കുന്ന ആ ഒരു ചിത്രം കുട്ടിയുടെ ഭാവനയിൽ വന്ന ആ ഒരു രൂപത്തിൽ വരച്ചതാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതെന്താ, ചിത്രത്തിൽ ഞാനും മോളും മാത്രമാണല്ലോ ഉള്ളൂ, മറ്റുള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ മലറിൻ്റെ മുഖത്ത് ആകെ ഒരു വാടലാണ്. മലര് ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് ചോദിച്ചത്, ബാക്കിയുള്ളവർ എന്ന് ചോദിച്ചാൽ ആരെയാണ് അമ്മ ഉദ്ദേശിച്ചത്? സിദ്ധുവിനെയാണോ എന്നറിയാൻ വേണ്ടിയാണ് മലര് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ ചന്ദ്രയ്ക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, അല്ലടാ മുത്തശ്ശി, മുത്തശ്ശൻ, സിദ്ധു സർ, അവരാരും ഈ ചിത്രത്തിലില്ലല്ലോ, അതാ അമ്മ ചോദിച്ചത്. അപ്പോൾ മലര് തിരിച്ചു ചോദിക്കുകയാണ്, ഇപ്പോൾ ടെറസിന് മുകളിൽ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവരെ ആരെയും ഞാൻ വരച്ചില്ല. അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, ശരി, എന്നാൽ മോള് ഭക്ഷണം കഴിക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മലര് ചോദിക്കുന്നുണ്ട്, അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ, ചോദിക്ക്. പ്രിയക്ക് അവരുടെ ആ ചെറിയ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അവൾ ചോദിച്ചു നമ്മുടെ കൂടെ ഈ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന്. ചന്ദ്രിക അത് കേട്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൾക്ക് ഇവിടെ താമസിക്കാം. പക്ഷേ അവളുടെ അമ്മ അവളെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമോ? അല്ലമ്മ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇങ്ങോട്ടേക്ക് അയക്കും. ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരട്ടെ അമ്മ? ആടാ, പ്രിയ നീ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നോ? ശരിയമ്മ, എനിക്ക് മതി, ഞാൻ പോയി പ്രിയയെ കൂട്ടിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റതും ചന്ദ്രിക പറയുന്നുണ്ട്, മോളെ ഇനിയും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അത് സാരമില്ല, എനിക്ക് മതി.
ഇന്ന ഒരൊറ്റ വായ കൂടെ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് മലരെ നിർബന്ധിച്ചിട്ട് ഒരു വായ കൂടി കഴിപ്പിക്കുകയാണ്. മലർ അപ്പോഴേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക അതിനുശേഷം കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രിക, ആ എന്താ സർ? അല്ല, നീ മാത്രം തനിച്ചിരുന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ അല്ല സർ, ഞാൻ മലറിന് ഭക്ഷണം കൊടുത്തതാണ്, അവളിപ്പോൾ പോയതേ ഉള്ളൂ. ഓ അങ്ങനെയാണോ? കുഴപ്പമില്ല. ചന്ദ്രിക, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സർ? അത് പിന്നെ രാവിലെ ഞാൻ മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴേ ചന്ദ്രികയുടെ മുഖത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. എന്താ സർ, അയാൾ നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ല. മഹേഷ് ഇപ്പോൾ മുൻപത്തെ പോലെയല്ല. അവൻ സത്യസന്ധമായിട്ട് ഒരുപാട് മാറി. അന്ന് തന്നെ അമ്മയെ വലിയൊരു അപകടത്തിൽ നിന്നല്ലേ രക്ഷിച്ചത്, നീ മറന്നുപോയോ? ചന്ദ്രികയ്ക്ക് പക്ഷേ മഹേഷിനെ കുറിച്ച് സംസാരിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം തന്നെ ഇല്ലായിരുന്നു. അവളുടെ മുഖത്ത് ആ ഒരു ദേഷ്യം കാണായിരുന്നു. അപ്പോൾ സിധു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാണ്. മുൻപ് വേണമെങ്കിൽ അവനൊരു പക്ഷേ മോശക്കാരനായിരിക്കാം, പക്ഷേ ഇപ്പോൾ അവൻ മാറി. അങ്ങനെ മാറിയെന്ന് അയാൾ തന്നെ പറഞ്ഞതാണോ? ചന്ദ്രിക ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഹേഷിൻ്റെ മേലുള്ള നിൻ്റെ ദേഷ്യം ഇപ്പോഴും കുറച്ചുപോലും കുറഞ്ഞിട്ടില്ല എന്ന്. ദയവ് ചെയ്ത് അയാളുടെ പേര് പറയല്ലേ സർ. അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം കയറുവാണ്. എൻ്റെ ദേഹം മുഴുവൻ വിറഞ്ഞു കയറുകയാണ്. അയാൾ കാരണം കുറച്ചൊക്കെയാണോ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചത്? അയാളുടെ കൂടെ ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു ദുസ്സഹമായ ജീവിതം മുഴുവൻ മറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അയാളെ പറ്റി എന്നോട് സംസാരിക്കരുത്. ശരി ചന്ദ്രിക, ഇനി ഞാൻ അവനെപ്പറ്റി നിന്നോട് ഒരു കാര്യവും സംസാരിക്കില്ല, പോരെ? ചന്ദ്രിക താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു പിന്നെയും പറയുന്നുണ്ട്, പക്ഷേ നിന്നോട് ചോദിക്കാതെ ഞാൻ മഹേഷിനൊരു വാക്ക് കൊടുത്തു പോയി. എന്ത് വാക്ക് സർ? അത് പിന്നെ അവനിപ്പോൾ ജോലിയൊന്നുമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുവാണ്. അത് കണ്ടപ്പോൾ എനിക്കറിയാവുന്ന ബാങ്ക് മാനേജറോട് സംസാരിച്ച് അവൻ ഓട്ടോ വാങ്ങിക്കാനുള്ള ലോണ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. എന്തിനാ സർ അയാൾക്ക് ഓട്ടോ വാങ്ങിക്കൊടുക്കുന്നത്? അയാൾക്ക് എന്താ കയ്യും കാലും ഇല്ലേ? എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ജീവിച്ചോട്ടെ. നിങ്ങൾ എന്തിനാ സർ അയാളെ സഹായിക്കുന്നത്? ചന്ദ്രിക ദേഷ്യം വരികയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അങ്ങനെയല്ല ചന്ദ്രിക, മഹേഷ് അന്ന് അമ്മയുടെ ജീവൻ രക്ഷിച്ചില്ലേ, അതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അവനൊരു സഹായം ചെയ്തു കൊടുത്തതാണ്. സർ, ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്തോ, പക്ഷെ ദയവ് ചെയ്ത് ആ മഹേഷിന് മാത്രം നിങ്ങൾ സഹായം ചെയ്യരുത്. അത് കേട്ടപ്പോൾ സിദ്ധു ആകെ ഒരു വല്ലാതായിട്ട് നിൽക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.